ഹലോ, ഞാൻ വീട്ടിൽ പോവാണ് കേട്ടാ. ഡെന്റൽ ഡോക്ടറെ ഒന്ന് കാണണം, അപ്പൊ അമ്മയ്ക്കും കാണണം എന്ന് പറഞ്ഞു. ഒരുമിച്ച് പോവാം. ലച്ചു ഒന്ന് ക്ലാസ്സിൽ പോയിട്ടില്ല, അവൾക്ക് ജലദോഷമൊക്കെ ആയിട്ട് വയ്യ. ഇപ്പൊ ക്ലാസ് തുറന്ന് മഴക്കാലമൊക്കെ അല്ലേ, കുട്ടികൾക്ക് ഇനി എന്താ പറയാ പനി ജലദോഷവും അങ്ങനെയൊക്കെ വരും. അപ്പൊ ഞാൻ നമുക്ക് തക്കാളിച്ചോറും പപ്പടവും ചൂടുവെള്ളവും ഒക്കെ ആക്കി അവിടെ വെച്ചിട്ടുണ്ട്, എടുത്ത് കഴിച്ചോന്ന് പറഞ്ഞിട്ടുണ്ട്. ഇടയ്ക്ക് എന്തെങ്കിലും അസുഖം മാറുകയാണെങ്കിൽ ജലദോഷമാണ് ക്ലാസ്സിൽ ചെന്ന് കൂടണ്ടാന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഇന്നത്തെ എന്റെ ആക്ടിവിറ്റി മൊത്തം ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല മഴക്കാറുള്ള ഒരു അന്തരീക്ഷം, മഴ പെയ്തി. അവിടെ എത്ര മഴ പെയ്യാതിരുന്നാ മതിയെ. സേതടനെ ഓഫീസിൽ പോകുമ്പോ എന്നെ വീട്ടിൽ ഇറക്കാം പറഞ്ഞത്. പിന്നെ തിരിച്ച് ചിലപ്പോ ഊബർ ഓട്ടോയിൽ അങ്ങനെയും വരും. നമ്മള് മെയിൻ വഴി കൂടെ അല്ലാട്ടാ പോണത്. കാരണം മെയിൻ വഴി പോയാൽ എന്താ പറയാ ഭയങ്കര ബ്ലോക്കൊക്കെ. അവിടെ ചെന്നിട്ട് കാണാം, കാരണം മഴക്കാറുണ്ട്. അല്ലെങ്കിൽ എന്റെ കൈ എവിടെയെങ്കിലൊക്കെ പോസ്റ്ററൊക്കെ ചെന്നിരിക്കും. ലക്ഷ്മി അവിടെ ഇട്ടിട്ട് വന്നിട്ട് ഒരു പാതില്ല. ഷോർട്ട് കട്ട് എന്താ പെട്ടെന്ന് എത്തും, പക്ഷെ ഭയങ്കര വെള്ളവും വെള്ളത്തിൽ കൂടെയാണ് പോവുക. പൊന്നെ പതുക്കെ പോ, വെള്ളപ്പൊക്കോ. ഈ മഴ പെയ്താ മതി, അപ്പം തന്നെ റോഡാകെ ചളി വീഴുന്നുണ്ട്. കിടന്നു നോക്കിയാൽ ബ്ലോക്കാണ് നോക്ക്, ഭയങ്കര ബ്ലോക്ക്. ഇതിന്റെ ഉള്ളില് ഇവിടെയൊക്കെ പോകുന്നാവും. കാണാൻ സ്റ്റേഡിയം നമ്മൾ ഇപ്പത്തെ ഈ വഴി കൂടെ വന്നത്. അയ്യോ മഴ പെയ്യാൻ തുടങ്ങി. വീട്ടില് ഞാൻ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടാ. ഒരു 9:45 എത്തി. പിന്നെ ഞാനവിടെ വീട്ടില് കുറെ നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു അമ്മേനോടും അനിയത്തിനോടൊക്കെ കേട്ടാ. 10:30 ഞങ്ങള് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇതാണ് കേട്ടോ നമ്മുടെ മിൻചേച്ചി. മിൻചേച്ചി ഭയങ്കര പ്രോത്സാഹനം ഉണ്ടോ നമ്മുടെ വീഡിയോയ്ക്കൊക്കെ. എപ്പോഴും എന്നെ കണ്ടു കഴിഞ്ഞാൽ പറയും, ഓരോരോ കാര്യങ്ങൾ പറയാം. അല്ലെങ്കിൽ കൊച്ചെ അവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ശ്രദ്ധിക്കുക, അടിപൊളിയായിരുന്നു, അല്ലെങ്കിൽ ഇനി ഇത്രയും കൂടെ അത് ചെയ്താൽ കൊള്ളാം. അങ്ങനെ ഭയങ്കര പ്രോത്സാഹനമാണ് കേട്ടോ. അത് കേൾക്കുമ്പോ എനിക്ക് ഇഷ്ടമാണ്. ഞാൻ കൂടി നടന്ന് പോവാൻ നേരത്തെ കുറച്ച് വീടൊക്കെ എടുത്തിട്ടുണ്ടായി, പക്ഷെ എന്താ ബൈക്ക് ഓണല്ലായിരുന്നു. അപ്പൊ ഞങ്ങൾ എത്തിയിട്ട് എനിക്കറിയില്ല എങ്ങനെയാണ് പോണത്, എവിടെയാണ് പോണത്. അമ്മയുടെ പുറകെ ഇങ്ങനെ പോവാണ്. രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ബ്യൂട്ടിഫുൾ, ഭയങ്കര ഭംഗി. മോളിലേക്ക് പോണോ? മോളിലാണ് കേട്ടാ. അത് പോവാണ് ഏറ്റവും മുകളിലാന്ന് തോന്നുന്നത് അല്ലേ? ഇതാണ് കേട്ടാ ഡെന്റൽ ക്ലിനിക്ക്. ഞങ്ങൾ കേറട്ടെ കേട്ടാ. ഞങ്ങളിവിടെ വന്നിരിക്കുകയാണ് കേട്ടാ. ആരുമില്ല. അമ്മയുടെ സ്ഥിരമുള്ള ഡോക്ടർ, നല്ല പാവം ഡോക്ടർ. ഇതിപ്പോ വന്നേക്കണം നമുക്ക് വേണ്ടിട്ട് വന്നേക്കാണ് കേട്ടാ. അങ്ങനെ എനിക്ക് ചെറിയൊരു ഇതുള്ളൂ, ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടല്ല, വേറെ പല്ലുവേദനയും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മുടെ പല്ലൊന്ന് ക്ലീൻ ചെയ്യണം, അല്ലാതെ വേറെ വലിയ കാര്യങ്ങളൊന്നും ഇല്ല. ഇത് കഴിഞ്ഞിട്ട് ലച്ചുവിനെ അവിടെ ഇട്ടിട്ട് വന്നിട്ടുണ്ട്. ഇടക്ക് ഞാൻ ഒന്ന് വിളിച്ചിട്ടുണ്ടായി അവിടെ ഇരിക്കാൻ. അമ്മയായിട്ട് ആദ്യം കയറിയത്. ഞാൻ അമ്മനോട് പറഞ്ഞു, അമ്മ കിടന്നു എന്ന് പറഞ്ഞുട്ടാ. പിന്നെ അമ്മയുടെ പല്ലൊക്കെ ക്ലീൻ ചെയ്യണ കണ്ടപ്പോ എനിക്ക് ആ സമയത്ത് എനിക്കൊന്ന് പല്ല് ക്ലീൻ ചെയ്താൽ കൊള്ളാന്ന് തോന്നിട്ടാ. അപ്പൊ തോന്നിയതാണ് കേട്ടാ. ഞാനും വിചാരിച്ചു എന്റെ പല്ലൊന്ന് ക്ലീൻ ചെയ്ത് കളയാം. ഞങ്ങളങ്ങനെ പല്ലൊക്കെ ക്ലീൻ ചെയ്ത് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടാ. പല്ലൊക്കെ ക്ലീൻ ചെയ്ത് എത്തി.
പല്ലൊക്കെ ക്ലീൻ ചെയ്ത് ഞങ്ങള് വന്ന് ഞങ്ങൾ വീട്ടിൽ പോണേ. ഭയങ്കര തണുപ്പായിരുന്നു അവിടെ ഇരുന്നിട്ട്. ഇതിന് ഓരോരോ ഇത് എടുക്കാം നമുക്ക്. പിന്നെ ലച്ചുവിന് എന്തെങ്കിലും മേടിക്കാം ഇവിടെ നിന്ന് സ്നാക്സ്. അങ്ങനെ ലച്ചുവിന് സ്നാക്സ് ഒക്കെ മേടിച്ച് ഞങ്ങൾ പോവുക. അമ്മ എന്താ പൈസ ഒക്കെ കൊടുക്കണം. ഇവിടെ കൊറേ ഉണ്ട് കേട്ടാ, സ്നാക്സ് ഒക്കെ ആയിട്ട് കൊറേ ഉണ്ട്, കൊറേ ഐറ്റംസ് ഉണ്ട് ഇവിടെ. മഴ കൂടിയുണ്ട്. അപ്പൊ ഞാനും അമ്മ സ്നാക്സ് ഒക്കെ വാങ്ങി ഞങ്ങളിത് വീട്ടിലേക്ക് പോവാ. ഞാൻ വീട്ടിൽ ഇത്തിരി വരെ ഇരുന്നിട്ട് ഞാൻ എങ്ങനെയും പോവും. ചിലപ്പോ ചെയ്തിട്ട് ഓട്ടോ വിളിച്ചു തരും, ഊബർ ഓട്ടോ വിളിച്ചു തരും. ചെയ്തിട്ട് എപ്പോഴാ വരികയെന്നറിയില്ല. അപ്പൊ ഞാൻ പോവാണ്. ഇവിടുന്ന് ചോറൊക്കെ കഴിച്ച് ചെയ്തിട്ടും താഴെ ഒന്ന് വെപ്പുണ്ട്. അപ്പൊ ഞാൻ വീട്ടിലേക്ക് പോവാ. ടാറ്റാ. അതില് മുറുക്ക് അത് ചീനൂന് കൊണ്ടുവന്നല്ലേ. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടാ. ചെറിയ വഴി വന്നാലും ബ്ലോക്കാണ് എല്ലായിടത്തും. ഉച്ച സമയമാണെങ്കിലും അതെ. അങ്ങനെ നമ്മളിത് ഷോർട്ട് കട്ടൊക്കെ കയറി എന്നിട്ട് നേരെ വീട്ടിൽ. ഞാൻ വീട്ടിൽ നിന്ന് ചോറുണ്ടു, ചെയ്തിട്ട് കഴിച്ചില്ല. ലച്ചു എന്നെ വിളിച്ചു പറഞ്ഞവള് ഓൾറെഡി കഴിച്ചു. അതൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ. ഇനി അവിടെ ചെന്നിട്ട് കാണാം. ഈ ഫ്ലാറ്റിലാണ് കേട്ടോ നമ്മുടെ സുജിത് ഭക്തൻ താമസിക്കുന്നത്. നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടാ. ഇതിൽ കൂടെ കാണില്ല നിങ്ങൾക്ക്. അപ്പോ ഞാനപ്പോ ഞങ്ങളിവിടെ 1:30 ആയപ്പോഴത്തേക്ക് എത്തിയിട്ടുണ്ടായപ്പോ ലച്ചുവിന്റെ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വേഗം ഞാനും ഫുഡ് കഴിച്ചു കുറച്ചു നേരം അങ്ങോട്ട് കിടന്നു കേട്ടാ. ഇന്നലെ ഒന്നും സുഖം ഉണ്ടായില്ല, ലച്ചുവിന് ഉറങ്ങാൻ പറ്റാത്തോണ്ട്. അപ്പൊ ഞാന് നൂഡിൽസ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. വേറൊന്നും എനിക്ക് ഉണ്ടാക്കാനായിട്ട് മടി. നൂഡിൽസ് ഉണ്ടാക്കാൻ പോണ ലച്ചുവിന് ഞങ്ങളൊരു ചായ കൂടി കുടിക്കാൻ പോണട്ടാ. അപ്പൊ വാ നോക്കാം. വെള്ളം നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നൂഡിൽസ് ഇട്ട് കൊടുക്കാം. ഇതാണ് നമ്മൾ മേടിച്ചേക്കുന്നത്. നല്ല എരിവുണ്ട്, പക്ഷെ ലച്ചുവിന് ഭയങ്കര ഇഷ്ടമാണിത്. വല്ലപ്പോഴും നമ്മൾ മേടിക്കാറുണ്ട്. 60 രൂപയാണ് കേട്ടാ. ഉണ്ടാക്കാം. ഇതാണ് നൂഡിൽസ്. നല്ല ടേസ്റ്റ് ആണ്, എരിവും ഒക്കെ ഇട്ട് ലച്ചുവിന് ഭയങ്കര ഇഷ്ടമാണിത്. ഇപ്പൊ മാഗി ഇപ്പിയൊന്നും കഴിക്കാറില്ല. വാങ്ങുമ്പോ ഇത് വല്ലപ്പോഴും വാങ്ങും, ഉണ്ടാക്കും. ഇന്ന് എനിക്ക് ഒട്ടും മൂടില്ല ഒന്നും ഉണ്ടാക്കാനുള്ള. അതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വീഡിയോ എടുക്കുമ്പോ ചെയ്യണമെന്നുണ്ടായി, പക്ഷെ ഇല്ല. അപ്പൊ ഞാൻ വേഗം ഉണ്ടാക്കിയെടുക്കട്ടെ. നമ്മുടെ കാപ്പിയാണ് കേട്ടോ, ചെയ്താനുള്ള കാപ്പി. നൂഡിൽസ് ആവുന്നു. ഞാനിപ്പോ കുറച്ചിതാ നമ്മള് കപ്പയ്ക്കൊക്കെ കൂട്ടൂലേ, ഉള്ളിയും മുളകൊക്കെ ഇടിച്ച്. അപ്പൊ ഇഡ്ഡലിയും ഇതും കൂടി ഞാൻ കഴിക്കാന്ന് വിചാരിച്ചു. വിശക്കണമുണ്ട് കേട്ടോ നന്നായിട്ട്. ഇതാ നമ്മുടെ നൂഡിൽസ് ആയിട്ടുണ്ട്. ഇത് ലച്ചുവിന് കൊടുക്കാം. കഴിച്ചോ കഴിച്ചോ. അപ്പൊ എന്താണെങ്കിലും ഒന്ന് കഴിച്ചു നോക്കട്ടെ. ഞാൻ TV കാണാൻ പോകൂട്ടാ. ഭയങ്കര മഴ പെയ്യുന്നുണ്ട്. നല്ല ടേസ്റ്റാ. ഈ ഇഡ്ഡലിയും ഉള്ളിയും മുളകും ഉപ്പും എണ്ണയൊക്കെ ഇട്ടു. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇച്ചിരി പൊടി. അപ്പൊ ഞാൻ കഴിക്കട്ടെ കേട്ടാ. മഴയും പെയ്യുന്നുണ്ട്. ചൂട് ചായ. കഴിച്ചിട്ട് വരാം. ഇത് ഉണക്ക കപ്പയാണ് കേട്ടോ. അപ്പൊ അമ്മ എനിക്ക് വീട്ടിൽ നിന്ന് വറുത്ത് തന്നു. അമ്മ വറുത്ത് വെച്ചേക്കണായിരുന്നു. എന്നോട് കൊണ്ടേക്ക് വന്നു. അപ്പൊ ഞാനും ഒന്നാ എടുത്തോണ്ട് പോന്നു. കഴിക്കട്ടെ കേട്ടാ. എല്ലാരും ഇരുന്ന് ചായ കുടിക്കാൻ തുടങ്ങി.